നേതൃത്വവുമായി ഇടഞ്ഞ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ രണ്ടത്താണിയുമായി ചർച്ച നടത്തി. മത്സരത്തിലേക്ക് പോകരുത് എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, രണ്ടത്താണി മത്സരിക്കുകയാണെങ്കിൽ അത് ലീഗിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അനുനയ ശ്രമങ്ങൾക്ക് നേതാക്കൾ തുനിഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ആരാണിപ്പോൾ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്? അതിൽ രണ്ടത്താണി വഴങ്ങുമോ? അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ മത്സരിക്കുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യും. അതിനർത്ഥം ലീഗ് പരാജയപ്പെടും എന്നുള്ളതല്ല. ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന PMA സമീർ ആണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അവിടെ പ്രാദേശിക വികാരങ്ങളുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമോ എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരമാവധി മത്സരത്തിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്മാറ്റുക എന്നുള്ള നീക്കം ലീഗ് ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹവുമായി ലീഗ് നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും മത്സരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് CPM-ന്റെയും CPI-യുടെയും ഒക്കെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സാധാരണ എന്നെ പരിചയമുള്ളവരാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. സ്വാഭാവികമായും എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മറ്റും കണ്ടും സ്വാഭാവികമാണ് അത്തരം ആളുകൾ വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഞാനൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ലീഗിന്റെ നേതാക്കളും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ് ലീഗിന്റെ ഭാഗത്തുണ്ടാക്കുന്നത്. ഒരു കാരണവശാലും അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരത്തിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് ലീഗും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് തിരൂരങ്ങാടി പോലെയൊരു സ്ഥലത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഒരു വികാരം അത് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ തിരക്കിട്ട അനുനയ ശ്രമങ്ങൾ തുടരുകയാണ്.